ഹലോ എവ്രി വൺ. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ മോഡ്യൂൾ 1 ആണ്. സോ നമ്മൾ മോഡ്യൂൾ 1ൻ്റെ ടോപ്പിക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട ഒരു സംഭവമുണ്ട്, എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ തുടങ്ങാം. ഇപ്പം ഞാനൊരു യൂസറാണ്. ഓക്കെ, ഞാനൊരു യൂസറാണ്. ഇപ്പം എനിക്കിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഫ്ലൈറ്റിൽ പോകണം. അപ്പം അതിൻ്റെ എനിക്ക് ഡേറ്റ അറിയണം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എൻ്റെ വെബ് ബ്രൗസറിൽ എൻ്റെ വെബ് ബ്രൗസറിന് ഞാൻ റിക്വസ്റ്റ് കൊടുക്കുവാണ്. ഇങ്ങനെ ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് വെബ് ബ്രൗസർ എന്ന് നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഗൂഗിൾ ക്രോം പോലത്തെ സംഭവമൊക്കെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെബ് ബ്രൗസറിൽ ഞാനിപ്പോൾ എൻ്റെ റിക്വസ്റ്റ് കൊടുക്കുവാണ്. ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞേച്ച് ഈ ഒരു വെബ് ബ്രൗസർ റിസീവ് ചെയ്തതിനനുസരിച്ച് വെബ് ബ്രൗസർ പോയി തപ്പുവാണ്. എന്നിട്ട് റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുവാണ്, നമുക്ക് യൂസറിന് കാണാനായിട്ട്. സോ ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു സംഭവമാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഇപ്പോൾ വെബ് സെർവറിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ്. മനസ്സിലായോ? ഒരു യൂസറിൻ്റെ റിക്വസ്റ്റ് കളക്ട് ചെയ്ത് അതിനാവശ്യകമായ ഡേറ്റ റിട്രീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജി തന്നെയാണ്. നമ്മളുടെ ഡേറ്റ മാനേജ്മെൻറ്റ് പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് അതിലുള്ളത്. ഇനി ദ ടേം ക്ലയൻറ്റ് ആൻഡ് സെർവർ ഇസ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് എ കമ്പ്യൂട്ടിംഗ് മോഡൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കമ്പ്യൂട്ടറൈസ് സിസ്റ്റം. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ്, 2 കോമ്പണൻസ് ആണ് ഇതിനകത്തുള്ളത്. വൺ ഇസ് സെർവർ ആൻഡ് ദി അതർ വൺ ഇസ് ക്ലയൻറ്റ്. ഓക്കെ, ഇനി ക്ലയൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കിയേ. ക്ലയൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് നമ്മളുടെ യൂസറിൽ നിന്നും റിക്വസ്റ്റുകൾ കളക്ട് ചെയ്യും. ഓക്കെ, സ്പെസിഫിക് റിക്വസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മളുടെ സെർവറിന് കൊടുക്കും. സെർവർ എന്താണ് ചെയ്യുന്നത്? സെർവർ ഈ ക്ലയൻറ്റിൽ നിന്നും റിസീവ് ചെയ്ത റിക്വസ്റ്റുകളെ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ പ്രോസസ് ഇറ്റ്. അത് കഴിഞ്ഞേച്ച് അവരെന്താണോ റിക്വസ്റ്റ് ചെയ്തത് അതിനെ പ്രൊവൈഡ് ചെയ്യും, ആ ഒരു സർവീസസിനെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ഒരു ക്ലയൻറ്റും സെർവറും ഒന്നെന്നുണ്ടെങ്കിൽ അവർ സെയിം നെറ്റ്വർക്കിൽ റിസൈഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സെയിം നെറ്റ്വർക്കിൽ സെയിം കമ്പ്യൂട്ടറിൽ റിസൈഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിൽ റിസൈഡ് ചെയ്യാം. അതായത് ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ സെർവർ വേറൊരു സ്ഥലത്തായെന്നുണ്ടെങ്കിൽ പോലും നമുക്കവരെ നെറ്റ്വർക്ക് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടും ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ ആണ്, ഓട്ടോണമസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഏരിയ ലിമിറ്റഡ് അല്ല. അപ്പം അതാണ് നമ്മുടെ ക്ലയൻറ്റിനും സെർവറിൻ്റെയും ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ക്ലയൻറ്റ് ക്യാൻ റിക്വസ്റ്റ് സർവീസ് ഫ്രം വേരിയസ് സെർവേഴ്സ്. സിൻസ് ഇവർ ഓട്ടോണമസും ഇൻഡിപെൻഡൻറ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലയൻറ്റ് ഒരു സെർവർ എന്ന് റിലേറ്റ് ചെയ്ത് അത് മാത്രത്തിൽ നമുക്ക് ആ ഒരു കണക്ഷൻ ഒതുക്കേണ്ട ആവശ്യം ഇല്ല. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷനോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവരാണ്. നെറ്റ്വർക്കാണ് ഇവരുടെ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും ഇടയിലുള്ള മീഡിയം എന്ന് പറയുന്നത്, ബൈ വിച്ച് ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലയൻറ്റ് സെർവറിൻ്റെ ബേസിക് പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ക്ലയൻറ്റ് പ്രോസസ്സ് ഉണ്ട്, സെർവർ പ്രോസസ്സ് ഉണ്ട്, ഇവരെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കുമുണ്ട്. എഗെയിൻ പ്ലീസ് നോട്ട് ദറ്റ് ബോത്ത് ഓഫ് ദം ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് ബോത്ത് ഓഫ് ദം നീഡ് നോട്ട് ബി അറ്റ് ദ സെയിം ലൊക്കേഷൻ, റൈറ്റ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെർവേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് സെർവേഴ്സ് പഠിക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് വേർഡ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ബിക്കോസ് സെർവറിൻ്റെ ഏകദേശമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇനീഷ്യലി പറഞ്ഞതിൽ നിന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം സെർവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഈ ഫസ്റ്റ് നെയിം ഒന്ന് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ടൈപ്സ് ഓഫ് സെർവീസിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നോവൈസ് നമുക്ക് എക്സാമ്പിൾസിലോട്ട് അല്ലെങ്കിൽ ടൈപ്സിലോട്ട് പോകാം. ഫയൽ സെർവർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെർവർ മെഷീനിൽ ഫയൽസ് റിസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം എൻ്റെ ക്ലയൻറ്റ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ യൂസർ ചോദിക്കുകയാണ് ക്ലയൻറ്റ് അടുത്ത്, എനിക്ക് ഇന്ന ഫയൽസ് വേണം. ഇപ്പോൾ ക്ലയൻറ്റ് ആരുടെ അടുത്താണ് പോയി ചോദിക്കുന്നത്? സെർവർ മെഷീൻ്റെ അടുത്താണ് പോയി ചോദിക്കുന്നത്. അപ്പോൾ സെർവർ മെഷീനിൽ ഫയൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫയൽസ് തിരിച്ച് യൂസറിന് കൊടുക്കാനായിട്ട് പറ്റും. സോ ഫയൽസ് സെർവർ മെഷീനിലാണ് റിസൈഡ് ചെയ്യുന്നത്. നമ്മളുടെ ക്ലയൻറ്റിന് ആക്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടു ദ റെക്കോർഡ്സ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ദ സെർവർ മെഷീൻ, റൈറ്റ്? ഫയൽ സെർവേഴ്സ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ യൂസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഫയൽസ് ഷെയർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി ഈ ഒരു
ഫയൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്നതാ ഒരു എഡിറ്റിംഗ് ഓഫ് ദ ഡേറ്റ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ദ ഡേറ്റ എന്നുള്ളതാണ് അല്ലേ. സോ ഈ ഒരു ഫയൽ സെർവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സെർവറിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം പ്രിമിറ്റീവാണ്. അതായത് ആസ് പെർ ദ ഇറ്റ് ഈസ് വർക്കിംഗ് അക്കോർഡിംഗ് ടു ദി മെസ്സേജ് എക്സ്ചേഞ്ച് ഓവർ ദ നെറ്റ്വർക്ക്. അതായത് ഇപ്പം എൻ്റെ ക്ലയൻറ്റും എൻ്റെ സെർവറും ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഉള്ള മെസ്സേജിനനുസരിച്ച് ഇവിടെ നിന്നുള്ള എക്സ്ചേഞ്ചിനനുസരിച്ചാണ് ഇവരെന്ത് ഫയലാണ് ഇവിടെ എനിക്ക് വേണ്ടേ എന്നുള്ളത് മനസ്സിലാക്കി തിരിച്ചയക്കുന്നത്. ഹോപ്പ് ദാറ്റ് ഇസ് നോട്ട് കൺഫ്യൂസിങ്. അപ്പം ഫയൽ സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഫയൽസ് സെർവർ മെഷീനിൽ റിസൈഡ് ചെയ്യും. ക്ലയൻറ്റിന് റെക്കോർഡ്സിന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കും. മെസ്സേജ് പാസിംഗ് അല്ലെങ്കിൽ മെസ്സേജ് എക്സ്ചേഞ്ചിലൂടെയാണ് ഇത് ഇന്ന ഫയലാണ് വേണ്ടേ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഫയൽ സെർവേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് യൂണിക്സിൽ NFS ഉണ്ട്, അതായത് നെറ്റ്വർക്ക് ഫയൽ സർവീസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോയുടെ മാപ്പ് ഡ്രൈവ് ഉണ്ട്. പിന്നെ സാംബെ, ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഫയൽ എക്സ്ചേഞ്ചിനും അല്ലെങ്കിൽ ഫയൽ സർവീസസിന് വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെർവർ നമ്മൾ നോക്കുന്നത് പ്രിൻറ്റ് സെർവർ. പ്രിൻറ്റ് സെർവേഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കും? ഇൻ ഓർഡർ ടു മാനേജ് യൂസർ ആക്സസ് ടു ദ ഷെയർഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. സോ ഇവിടെ നമുക്ക് പ്രിൻറ്റർ സെർവർ ആയതുകൊണ്ട് തന്നെ പ്രിൻറ്ററിലോട്ടുള്ള യൂസർ ആക്സസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻറ്റർ സെർവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ സെർവർ അഗെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലോട്ടുള്ള ആക്സസിനെ മാനേജ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയുന്നത്. ഇപ്പം സെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഒരു ഡേറ്റാബേസ് ആണ്. അതായത് യൂസർ റിക്വസ്റ്റ് ക്ലയൻറ്റിലോട്ട് കൊടുക്കുന്നു, ക്ലയൻറ്റിൽ നിന്നും അത് നമ്മുടെ സെർവറിലോട്ട് പോകുന്നു. അപ്പം ഏതിലോട്ടാണ് ആക്സസ് ആവശ്യമുള്ളത് എന്നനുസരിച്ച് ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലോട്ടാണ് ആ ആക്സസ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം ആപ്ലിക്കേഷൻ സെർവർ ആണെങ്കിലും പ്രിൻറ്റ് സെർവർ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എവറിത്തിങ് ഇസ് എന്താ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി ആക്സസ്, റൈറ്റ്? ഇനി അടുത്തത് മെയിൽ സെർവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇലക്ട്രോണിക് മെയിലിൻ്റെ ഫ്ലോ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സെർവറാണ്. ഫാക്സ് സെർവേഴ്സ് എന്ന് പറയുന്നത് ഫാക്സസിനെ സെൻഡ് ആൻഡ് റിസീവ് ചെയ്യാനായിട്ട് ത്രൂ എ സിംഗിൾ നെറ്റ്വർക്ക് കണക്ഷൻ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്സ് സെർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എഗെയിൻ മെയിൽ സെർവേഴ്സും ഫാക്സ് സെർവേഴ്സും സിമിലർ ആണ്. ദി ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവിടെ ഇലക്ട്രോണിക് മെയിലും ഇവിടെ ഫാക്സസുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ടറി സർവീസസ് സെർവർ. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് എന്താണ് ഒരു ഡയറക്ടറിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലാർജ് സ്കെയിൽ ഡേറ്റേനെ അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റേനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അതിൻ്റെ ഓരോ ഫോൾഡേഴ്സിനനുസരിച്ച് നമ്മളതിനെ റിട്രീവ് ചെയ്യുന്നു. അതെവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ബിക്കോസ് എനിക്കിപ്പം എൻ്റെ യൂസർ ഇന്ന ഡേറ്റേനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറി വൈസ് വെച്ചിട്ടാണ് നമ്മളതിനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ലാർജ് സിസ്റ്റത്തിൽ ഒരുപാട് ഡേറ്റ ഉള്ളപ്പോഴത്തേനും നമ്മൾ ഒരു ഓർഗനൈസേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഏത് എവിടെയാണെന്ന് സ്റ്റോർ ചെയ്തത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവരെ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനാണ് ഡയറക്ടറി സർവീസസിന് ഉള്ളത്. വെബ് സെർവർ ഓൾറെഡി ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർനെറ്റിലുള്ള ഡേറ്റേനെ റിട്രീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് വെബ് സെർവേഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റിലെയും ഡോക്യുമെൻസിനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫേഴ്സ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ സെർവേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് IIS ഒരു എക്സാമ്പിളാണ്, വെബ് സ്ഫിയർ ഒരു എക്സാമ്പിളാണ്, റൈറ്റ്? പിന്നെ നിങ്ങൾ ഓരോ സെർവേഴ്സിൻ്റെ ടൈപ്സ് പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ഗിവ് 1 or 2 എക്സാമ്പിൾസ്. അടുത്തത് ഡേറ്റാബേസ് സെർവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ ആദ്യം മനസ്സിൽ വരേണ്ടത് SQL ക്വയറീസ് അല്ലേ? അപ്പോൾ SQL ക്വയറീസിൻ്റെ ഫോമിലൂടെ സെർവറിൽ നിന്നും ഡേറ്റയെ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഡേറ്റാബേസ് സെർവറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നെറ്റ്വർക്കിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ സെർവറിൽ നമുക്ക് ഡേറ്റ റിസൈഡ് ചെയ്യും. അപ്പം അതിൽ നിന്നും നമുക്ക് ഡേറ്റയെ റിട്രീവ് ചെയ്യണം. അപ്പോൾ ഇതിനോടൊരു സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സെർവർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഏതായിരുന്നു അത്? ഫയൽ സെർവർ ആയിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്. സോ ഫയൽ സെർവർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ ഫയൽസിനെ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡേറ്റയാണ് റിട്രീവ് ചെയ്യുന്നത്. അപ്പം SQL ക്വയറീസ് ഇപ്പം സെലക്ട്, ഇപ്പം സ്റ്റാർ, ഫ്രം സോ ആൻഡ് സോ ടേബിൾ, വേർ, 2-3 കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
സ്പെസിഫിക് ആയിട്ട് ഡേറ്റയെ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. ഡേറ്റാബേസ് സെർവർ SQL റിക്വസ്റ്റിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, റിക്വസ്റ്റഡ് ഡേറ്റേനെ തിരിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒറാക്കിൾ 9i ഡേറ്റാബേസ് സെർവർ. The next type of server is transaction server. Transaction server എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി ഇറ്റ് ഈസ് ഫോർ ഷെയറിംഗ് ഡേറ്റ ആൻഡ് ഹൈ ലെവൽ ഫങ്ഷൻസ് അക്രോസ് എ നെറ്റ്വർക്ക്. അതിന് OLTP ആണ് യൂഷ്വലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ സെർവേഴ്സിന്. അപ്പം OLTP എന്ന് പറയുന്നത് എന്താണ്? ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്. അപ്പം ആപ്ലിക്കേഷൻസിൻ്റെ ഹൈ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ OLTP യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെർവറാണ് ട്രാൻസാക്ഷൻ സെർവേഴ്സ്. ബേസിക്കലി ട്രാൻസാക്ഷൻസ് അക്രോസ് ദ നെറ്റ്വർക്കിനെ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ്? അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഗ്രൂപ്പ് വെയർ സെർവേഴ്സ്. ഗ്രൂപ്പ് വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാട്ട് ഇസ് ഗ്രൂപ്പ് വെയർ? ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷനെ, ഇപ്പം ഇവിടെ സെമി സ്ട്രക്ചേർഡ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനും അതിനെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് യൂസേഴ്സിലോട്ട് എത്തിക്കുകയും ചെയ്യാനാണ് ഗ്രൂപ്പ് വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് വെയർ സെർവേഴ്സ് വാട്ട് ഡു ദി പ്രൊവൈഡ്? അവർ ആ സർവീസസ് ബാക്കിയുള്ള ഇപ്പോൾ n നമ്പർ ഓഫ് ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ടാണ് അവരവിടെ ശ്രമിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ് വെയർ സെർവേഴ്സിന് ഇറ്റ് ഈസ് നോട്ട് എ ടൈപ്പ്, അതായത് ഇവരിങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെ പറ്റൂ എന്നുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അവർക്ക് ഇറ്റ്സ് എഗെയിൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും ഓരോ പ്രോട്ടോകോൾസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോട്ടോകോൾസ് മാറുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോട്ടസ് നോട്ട്സ് ആണ്, അല്ലെങ്കിൽ ഡോമിനോസ്, പിന്നെ മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് സെർവേഴ്സ് ആണ്. ഇതിലെല്ലാ ടൈപ്സും നിങ്ങൾ പഠിക്കണം എന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈപ്സ് അറിയുക, അല്ലെങ്കിൽ ആ ഫസ്റ്റ് കീവേഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ യു പീപ്പിൾ വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദോസ്.